അല്ലദീന യഅകുലൂന ദിബാ ലാ യഖൂമൂൻ. പലിശ ഭക്ഷിക്കുന്ന ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധയേറ്റ ആള് എഴുന്നേറ്റ് നടക്കും പോലെയല്ലാതെ പല ഭാഗത്തും വീണുപോകുന്നു, പിന്നെയും എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെയും വീണുപോകുന്നു. സ്വസ്ഥമായി സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കും പോലെ നടക്കാൻ അവന് കഴിയില്ല. എന്താണ് അവന് കഴിയാത്തത്? എന്താണ് അവന് ബാധിച്ച അസുഖം? ദുനിയാവിലെ ജീവിതത്തില് പലിശ കൊടുത്തും വാങ്ങിയും തിന്നുമാണവൻ ജീവിച്ചത്. അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഒരു പ്രശ്നവുമില്ലാതെ അവന്റെ ജീവിതത്തിൽ അവൻ തുന്നിച്ചേർത്തു. ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലുദ് ദിബാ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമദ് ദിബാ. അങ്ങനെ വരാനുള്ള കാരണം അവർ പറഞ്ഞു, കച്ചവടവും ഏർപ്പാടുമൊക്കെ പലിശ പോലെ തന്നെയാണല്ലോ. പലിശയും ഒരു ഇടപാടാണ്, കച്ചവടവും ഒരു ഇടപാടാണ്. കച്ചവടത്തോട് പലിശയെ സാമ്യപ്പെടുത്തി. ഒരിക്കലും അങ്ങനെയല്ല, രണ്ടിനും രണ്ട് നിയമമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു ഹലാലാക്കിയതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അതിന് വലിയ പ്രതിഫലവും ഉണ്ട്. ചിലപ്പോഴൊക്കെ അത് ഫർള് കിഫയായി വരും. വഹറമദ് ദിബാ, പലിശ അല്ലാഹു ഹറാമാക്കിയതാണ്. അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. അത് ഭക്ഷിക്കുന്ന ആളെയും ഭക്ഷിപ്പിക്കുന്നവനെയും എഴുതിക്കൊടുക്കുന്നവനെയും ഒപ്പിട്ട് കൊടുക്കുന്നവനെയും സാക്ഷികളായി കൂട്ടി നിൽക്കുന്നവരെയും എല്ലാവരെയും അല്ലാഹു ലഅനത്ത് ചെയ്ത വിഭാഗമാണ്. അല്ലാഹുവിന്റെ ശാപം തട്ടാത്തതിൽ ആരാണ്? എല്ലാ വിഭാഗക്കാർക്കും ശാപമാണ്. എല്ലാവരും കുറ്റത്തിൽ തുല്യ പങ്കാളികളാണ്. വഹും സവാ. മുഅ്മിനീങ്ങളെ, പലിശയ്ക്ക് വേണ്ടി കൊടുത്തു വാങ്ങുന്ന ഏർപ്പാട് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയതുണ്ടെങ്കിൽ നിർത്തലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. ഒരിക്കലും അതുകൊണ്ട് വികസനം ലഭിക്കൂല എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആര് നമ്മെ എത്ര പറഞ്ഞു പ്രേരിപ്പിച്ചാലും, പലരുടെയും വികസന ലോകങ്ങളൊക്കെ കണ്ടാലും, പലിശ കൊണ്ട് എത്ര വർധനവുണ്ടാക്കാൻ തീരുമാനിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് മായ്ച്ചു കളയുമെന്ന് അള്ളാഹു പറഞ്ഞതല്ലേ. യംഹഖുല്ലാഹുർ റിബാ വയുർബിസ് സ്വദഖാത്ത്. പലിശയുടെ ബറക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും. പലിശയുടെ വികസനത്തിൽ ഒരു ബറക്കത്തും ലഭിക്കൂല, ഒരു പുരോഗതിയും ലഭിക്കൂല.